ശില്പനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ വെച്ചിട്ടാണ്. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ടേറ്റ്, അവൾക്കറിയാം. പുള്ളിക്കാരി നെതർലാൻഡിൽ നിന്നാണ്. അപ്പം പുള്ളിക്കാരി എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പം അങ്ങനെ ഒരു ദിവസം പുള്ളിക്കാരത്തിലൂടെ കണ്ടു. ടേറ്റാണ് എന്നോട് പറഞ്ഞത്, ഇതുപോലെ ഒരു പെൺകുട്ടിയുണ്ട്, നിനക്ക് ചേരും, നീ നോക്ക്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ലവ് സ്റ്റോറി ആയിരുന്നു ഞങ്ങളുടെ. കാരണം ഞാനും ഒരു റിലേഷൻഷിപ്പിലാവാൻ താല്പര്യമില്ലാത്ത ആൾ, പുള്ളിക്കാരൻ കല്യാണമേ കഴിക്കണ്ട എന്ന് വെച്ചൊരാളായിരുന്നു. പക്ഷെ എന്തോ ഒരു കണക്ഷൻ, ഒരു നല്ലൊരു വൈബ് വന്നു. പിന്നെ ഞങ്ങളൊരു ഡിന്നർ ഡേറ്റിന് പോയി. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു, ഓപ്പണപ്പായി ആയപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ ഭയങ്കര സിമ്പിളാണ്, ഒരുപാട് കഷ്ടപ്പാടിന്നൊക്കെ വന്നൊരു കുട്ടിയാണ്. എൻ്റെ ഒരു ചിന്താഗതിക്കൊക്കെ പറ്റുന്ന അല്ലെങ്കിൽ മാച്ച് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ആള് നല്ലൊരു മനുഷ്യനാണ്. ആള് നല്ലൊരു, ഞാൻ കണ്ടുവെച്ച നല്ല ക്വാളിറ്റി ഉള്ളൊരു, എൻ്റെ പറ്റിയൊരു പാർട്ട്ണറാണ്. ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാൻ എന്ത് പറഞ്ഞാലും ആള് ഓക്കെ ചെയ്യാം എന്നുള്ള രീതിയാണ്. അതാണ് എനിക്ക് മെയിൻ വേണ്ടത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ജിൽജില്ലായിട്ടുള്ള സ്വഭാവമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഏതോ മുഖം ഹൃദയമിതിലൊരു കൂടു കൂട്ടുന്നുവോ, ഇനി എനിക്കു നീ എന്നെ മൊഴികൾ പറയുന്നുവോ, ഏതോ സ്വരം മനസ്സിലൊരു പുതുജീവനേകുന്നുവോ, ഇനി എനിക്കു നീ എന്നെ മൊഴികൾ പറയുന്നുവോ, വിടരുന്നു നീ മലരെന്ന പോൽ രാവിൽ, ഉയരുന്നു ഞാൻ ചിറകെന്ന പോൽ കാറ്റിൽ, വാനം പൂക്കും നാമിരു താരകളാകും. ഞാനേതോ പൊൻകിനാവിൻ തൂവൽ പോലി നിലാവിൽ, ഞാനേതോ പൊൻകിനാവിൻ തൂവൽ പോലി നിലാവിൽ അലയുന്നിതാ നിന്നോമൽ കൺകോണിൽ ചേരുവാനായി 100,000 ജന്മമേ.